എന്താ അവൾക്ക് ഏട്ടൻ പഠിപ്പിച്ചാൽ മാത്രമേ സ്കൂട്ടി ഓടിക്കാൻ പഠിയുള്ളൂ? അവളെ പഠിപ്പിക്കാൻ അവളെ ഹസ്ബൻഡില്ലേ? ആ, അപ്പൊ അവൻ ലീവിന് വരുമ്പോ പഠിപ്പിക്കട്ടെ. ഇങ്ങനെ ഞാൻ റെഡി പോവാ. ആ ഏട്ടത്തി കാബേജ് അരിയാൻ പറഞ്ഞിരുന്നു അമ്മ എന്റെ അടുത്ത്. അതരിയാൻ നിന്നാ ഏട്ടന്റെ പാട്ടിന് പോകും. അല്ലാതെ ഞാൻ അരിഞ്ഞിട്ടില്ല. ഏട്ടനെ 3 അരി കൊടുക്കണേ. ആ വായിട്ട് പോവാ ഇതാക്കി. ആ അമ്മേ. ആ മോളെ പറയ്. ഞങ്ങളിന്ന് വരുന്നില്ല കേട്ടോ. എന്തെന്നല്ല ഉണ്ടാവുള്ളൂ? ഏട്ടനൊന്നുമില്ല ഇവിടെ. ഇന്ന് ലീവല്ലേ? എവിടെ പോയി? അത് അമ്മൂനെന്തോ സ്കൂട്ടി പഠിപ്പിക്കാൻ വേണ്ടി പോയിക്കും. ഏ സ്കൂട്ടർ ഓടിക്കണേ പഠിപ്പിക്കാൻ. എന്താണ് ഇന്നിപ്പോ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞല്ലേ? പിന്നെന്താ? എനിക്കറിയില്ല. ഇനി എന്നാണ് വരുന്നത്? ആ പെണ്ണിന്റെ ഹൗസ് വാമിങ് അല്ലേ ഇപ്പൊ ഇനി വരുന്നത്? അതിന്റെ മുന്നൊന്ന് പോണ്ടേ? അതല്ലേ പറഞ്ഞത് ഇന്ന് വരാൻ പറ്റില്ല. ശരി നിക്ക്, ഞാൻ ഒരു കാര്യം പറയാം. എന്ത് കാര്യം ഒരു ആങ്ങളെയും പെങ്ങളും ഒക്കെ തന്നെയാണ്. പക്ഷെ ഇപ്പത്തെ കാലാണ്. അത് മാത്രല്ല, ഈ അവിടെ ഉള്ളപ്പോ ഇങ്ങനെ ഇതൊന്നും നോക്കാതെ അങ്ങോട്ട് പോയാലോ? ശരിയായില്ല എന്തായാലും. എന്ത് ശരിയല്ലാന്ന്? അമ്മൊന്ന് പോയാ ഞാൻ ആകെ പ്രാന്ത് പിടിച്ചിട്ട് അല്ലെങ്കിൽ തന്നെ ഇരിക്കണേ. ഞാൻ പിന്നെ വിളിക്കാം. ശരി, എന്നാ രാത്രി വിളിക്കേ. അശ്വതിയെ, ആ ഉപ്പേരും തന്നെ മോളെ. അതാ വരുന്നു. എന്താ എന്റെ മുഖത്തിനൊരു സങ്കടം പോലെ? ഒന്നുമില്ല അമ്മ. അല്ല എന്തോ ഉണ്ട്, പറയാൻ പറ. അതൊന്നുമില്ല. ആകെ കൂടി ഒരു ഞായറാഴ്ചയാണ് ഏട്ടനെ കിട്ടുക. ഞാനിന്ന് വീട്ടിലൊന്ന് പോയി വരാന്ന് വിചാരിച്ചു. അടുത്ത ആഴ്ചയല്ലേ ചേച്ചിയുടെ മറ്റേ ഹൗസ് വാമിങ് വരണേ. അപ്പൊ ഒന്ന് പോയിട്ട് വരാന്ന് വിചാരിച്ചതാ. അപ്പോഴപ്പോ ഇതുണ്ടായി. എന്താ ചെയ്യാം? സാരില്ല, മോൾക്ക് അടുത്ത ഞായറാഴ്ച പോവാലോ. അമ്മീനിപ്പ എന്നാ അവര് വന്നോണ്ട് പഠിച്ചാ പഠിച്ചു. സിമ്പിൾ പരിപാടിയല്ലേ ഏട്ടാ. ഞാൻ ഏട്ടനെ എത്തിയിട്ട് എത്ര പ്രാവശ്യം പിടിച്ചറിയോ? ആദ്യത്തെ തവണ മാത്രമേ ഏട്ടൻ ഹാൻഡിലൊക്കെ പിടിച്ചിട്ട് സപ്പോർട്ട് ചെയ്തോളൂ. പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ലേ ഏട്ടാ ഓടിച്ച്. പിന്നെ അടുത്ത ആഴ്ചയും കൂടി ഒന്ന് ജസ്റ്റ് പഠിച്ചാ ഞാൻ സെറ്റ് ആവും അല്ലേ? പിന്നെ അടുത്ത ആഴ്ച കൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ ഏട്ടന്റെ മതി എനിക്ക് സ്കൂട്ടിന്റെ പറഞ്ഞിട്ടുണ്ട്. ഇല്ലേ അമ്മേ? അപ്പൊ അടുത്ത ആഴ്ചയും പോണല്ലേ പഠിപ്പിക്കാൻ? പോയിക്കോ, കുഴപ്പമില്ല. ഞാൻ ഒറ്റയ്ക്ക് ഓട്ടോ വിളിച്ചു കൊടുക്കോളാം. എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ, കാരണം എന്റെ ചേച്ചിയാണല്ലോ. എനിക്ക് മറക്കും, എനിക്കറിയാം. അടുത്ത ആഴ്ചയാണ് ചേച്ചിയുടെ ഹൗസ് വാമിങ്. അന്ന് ഞാൻ ഹൗസ് വാമിങ് ആണ് അടുത്ത ആഴ്ച, നമുക്ക് പറ്റണ എന്തെങ്കിലും ചേച്ചിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത്? ചേച്ചിക്ക് നമ്മളെ അവസ്ഥ അറിയാം, നിനക്ക് അറിയണല്ലേ നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ല എന്നുള്ളതൊക്കെ ചേച്ചിക്ക് അറിയാം, അതുകൊണ്ട് ഒന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ നിങ്ങള് അനിയത്തിക്ക് എനിക്ക് സ്കൂട്ടി വാങ്ങിച്ചു കൊടുക്കാനുള്ള പൈസ ഒക്കെ ഉണ്ട് അല്ലേ? നിങ്ങളിത് പറയണ്ട. കേട്ടോട്ടെ, എനിക്കെന്താ? മതി, ഒന്നും പറയണ്ട. വേണ്ട, ഇനിയിപ്പോ നിങ്ങളൊന്നും കൊടുക്കൊന്നും വേണ്ട. ചേച്ചിക്ക് അറിയാം നമ്മളെ അവസ്ഥ. പുറത്തു പോയി എപ്പോഴാ? എന്റെ മൂടാകെ പോയിട്ടിരിക്കും. ഉറങ്ങാനില്ല. ഷോപ്പിംഗ് ആണൊക്കെ എനിക്കറിയാം. എന്നാ ശരി, ഞാൻ പോയി കുളിച്ചിട്ട് വരാം. മോളെ ചോറ് വിളമ്പട്ടെന്നാല്. ആയിട്ടില്ലമ്മേ, അവരും കൂടി വന്നിട്ട് കഴിക്കാം. ആയിട്ടില്ല, കുളിക്കാൻ പോയിക്കോന്നുണ്ട്. അതല്ല, അവരെ പുറത്തു പോകുന്നു, അപ്പൊ പുറത്തുനിന്നാ ഒന്ന് കഴിക്കുക. അതെയോ? എന്നാ ഞാനും പോയാലമ്മേ. ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ഇന്ന് ബോറടിച്ചില്ലാണ്ടാവും. അത് വേണ്ട മോളെ, അവര് രണ്ടാളും കൂടി ഒന്ന് പുറത്തു പോയിട്ട് വന്നോട്ടെ. അതിനിപ്പോ എന്താ, എന്റെ ഏട്ടനല്ലേ? ഏട്ടാ
ഏട്ടാ ഞാൻ ഈ ടോപ്പ് ഇട്ട. ആ ഏട്ടത്തി റെഡി ആയില്ലേ? റെഡി ആക്കോ. ആ ഈ റെഡി ആകുമ്പോ ഞാനും ഇട്ട് അവിടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് ബോറടിക്കില്ലേ? ആ എന്റെ ഈ ഡ്രസ് ഒന്നും മാറിയില്ലേ? ഇല്ല അമ്മേ ഞാൻ പോണില്ല. എന്തേ? ഒന്നുമില്ല, ഭയങ്കര തലവേദന. അമ്മും ഏട്ടനും കൂടി പൊക്കോട്ടെ. അതെയോ? എന്താ ഇപ്പൊ പെട്ടെന്ന്? ഒരു കാര്യം ചെയ്യ, വേഗം ഭക്ഷണം കഴിച്ചിട്ടേ കുറച്ചേരം കിടന്നു വന്നാൽ. എന്താ ഏട്ടനിമ്മ വരുന്നില്ലാന്ന് പറഞ്ഞല്ലോ? ആ അവൾക്ക് തലവേദന എത്ര? അതിന് തലവേദന ഒന്നല്ല, ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞതിന്റെ കുശുമ്പ. എനിക്കറിയാം. അപ്പോഴും ഞാൻ പറഞ്ഞല്ലേ അവരൊന്ന് പോയി പോന്നോട്ടെ എന്ന്. ആഹാ എന്റെ ഏട്ടനല്ലേ, അവൾക്കൊന്നും ഇഷ്ടമില്ല പറഞ്ഞിട്ട് എനിക്ക് എന്റെ ഏട്ടന്റെ കൂടെ പുറത്തോണ്ടേ. ശരോ ഇതാണ് ഈ മക്കളെ കൊണ്ട്. അവള് വരുന്നില്ലേ വേണ്ട, ഞങ്ങൾ നോക്കണം. അമ്മ നമ്മുടെ വേണ്ടേ? നമ്മളോട് അവിടെ 7 മണിക്ക് എത്താനാ ചേച്ചി പറഞ്ഞത്. ഇതിപ്പോ ഹൗസ് വാമിങ്ങിന് എല്ലാരും എന്നാലും നമ്മളെത്തും തോന്നുന്നില്ല. ഇപ്പൊ തന്നെയാണ് രേ. പിന്നെ ഹാപ്പി അല്ലാണ്ട് ഞാനും ഹാപ്പിയാണ്, ചേച്ചിയും ഹാപ്പിയാണ്. പിന്നെ ആദ്യം ഏട്ടൻ പറഞ്ഞില്ലേ വീട്ടില് ലൈറ്റും ഡെക്കോറൊക്കെ ഏട്ടന്റെ വന്നപ്പോ ഞാൻ സത്യമായിട്ടും തമാശക്ക് പറയാന്നാ വിചാരിച്ചിട്ടോ. ഞാൻ കാര്യമാക്കില്ല. പിന്നെ അവിടുന്ന് കണ്ടപ്പോ ഇതൊക്കെ അറിഞ്ഞപ്പോഴേക്കും ആകെ സന്തോഷമായി. ചേച്ചി ആദ്യം കുറെ വേണ്ടാന്നൊക്കെ പറഞ്ഞെങ്കിലും ആകെ കണ്ടപ്പോ നല്ല ഇഷ്ടമായിരിക്കുന്നു. ആ ഹാപ്പിയാണ്. ആ പിന്നെ ഏട്ടാ ഒരു കാര്യം പറയട്ടെ, നമുക്കിന്ന് ചേച്ചിയുടെ അടുത്ത് പോകുമ്പോ ബൈക്കിൽ പോയാലോ? ആ അച്ഛണ്ടല്ലോ കാറിൽ, അവര് അമ്മ അച്ഛനും അമ്മും കൂടി പോയിക്കോട്ടെ, നമുക്ക് ബൈക്കിൽ പോവാം. നമ്മൾ എപ്പോഴും കാറിലല്ലേ പോവാറ്. എനിക്കാണെങ്കിൽ കാറിൽ പോണ ഇഷ്ടമില്ല. നമുക്ക് ബൈക്കിൽ പോവാം. അങ്ങനെ അപ്പൊ നിങ്ങൾ മാത്രം ഒറ്റയ്ക്ക് ഓക്കെ. ആ ചേച്ചി ഇതാ ഞങ്ങൾ ഇറങ്ങുക. ഇല്ലില്ല ഇപ്പൊ അമ്മേ വീട് കൂട്ടണ്ടേ? ഇറങ്ങിക്കോളുന്ന. ഏട്ടാ ബൈക്കിൽ ചാവി എടുത്തോ? ഇല്ലേ. ആ ഏട്ടൻ ബൈക്ക് എടുക്കണ്ടോ? എന്നാ പിന്നെ ഞാൻ ബൈക്കിൽ വരട്ടെ ഏട്ടാ, പ്ലീസ്. അല്ല അമ്മ എനിക്കൊക്കെ അറിയണതല്ലേ, എനിക്ക് കാറിൽ കയറി ആകെ ഛർദിയും തലവേദന ഒക്കെ ആയിട്ട് ഏട്ടത്തി കാറിൽ പോക്കും. അമ്മു അത് പറ്റില്ല, ഏട്ടതിൽ ഇടപെടണ്ട. ഇവള് മനഃപൂർവ്വം ചെയ്യട്ടാ. നമ്മൾ സംസാരിക്കണം ഇവള് കേട്ടിട്ടുണ്ടാവും. അയ്യോ ഏട്ട നോക്ക് ഏട്ടത്തി പറയണത്. അതെ എനിക്ക് ഉറപ്പാ അവള് വേണച്ചിട്ട് ഇതൊക്കെ ചെയ്യണത്. ഇത് മാത്രല്ല, ഞാൻ ഇവിടെ വന്ന കാലം തൊട്ടിട്ട് ഞാൻ സഹിക്കണത് ഈ കാര്യങ്ങളൊക്കെ. അമ്മയ്ക്കും കുറെയൊക്കെ അറിയാം. ഞാൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ് ഏട്ട ഈ പറയണത്. ഏട്ടനോട് ഞാൻ എപ്പോ പറഞ്ഞാലും ഏട്ടൻ പറയാം എനിക്ക് പോസിറ്റീവ്നെസ് അതാ ഇതാന്നൊക്കെ. പക്ഷെ സത്യനെ ഒന്ന് വിശ്വസിക്കുക, അവള് വേണച്ചിട്ട് ചെയ്യണത് ഇതൊക്കെ. എന്റെ അമ്മ ഏട്ട ഇതിനോടൊന്നും ഏട്ടന്മാരുടെ വില പറഞ്ഞാൽ മനസ്സിലാവില്ല. വെറുതെ അല്ല ഉണ്ടായിരുന്ന ഒരേട്ടൻ വണ്ടി ഇടിച്ചിട്ട് വേഗം അങ്ങോട്ട് പോയത്. ഏട്ടൊന്നും പറയണ്ട, അവള് പറഞ്ഞ കേട്ടില്ലേ? ഏട്ടാ വേണച്ചിട്ട് എന്നാ ചെയ്യണ്ടേ? കല്യാണത്തിന് മുന്നേ ഏട്ടന് ഞാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. എന്ത് വിഷമം ഉണ്ടെങ്കിലും സന്തോഷം ഉണ്ടെങ്കിലും എന്റെ അടുത്താ പറയാ ആദ്യം. പക്ഷെ ഇപ്പോഴോ എന്ത് പറഞ്ഞാലും അശ്വതി 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 അതന്നെ ഉള്ളു. കേട്ടിട്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കാൻ തുടങ്ങി. അതുകൊണ്ടാ ഏട്ടത്തി എന്ന് ഇവിടെ വന്നോ അന്ന് വിട്ട് എനിക്ക് ഏട്ടനെ കിട്ടാറില്ല, ഏട്ടന്റെ സ്നേഹം കിട്ടാറില്ല. എന്നുവെച്ചാ എനിക്ക് ഏട്ടത്തിയോട് ദേഷ്യമൊന്നുമില്ല. അതുകൊണ്ട് എന്റെ അപ്പത്തെ ദേഷ്യത്തിനാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. ഏട്ടാ സോറി ഏട്ടാ. ഏട്ടത്തി ഒന്നും വേണച്ച ചെയ്തല്ല. ഏട്ടന്റെ കൂടെ കുറച്ചു നേരം പഴയ പോലെയൊക്കെ സ്പെൻഡ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് ചെയ്തതാ.
ഇനി എന്റെ ഭാഗത്ത് നിൽക്കലൊന്നും ഉണ്ടാവില്ല. ഞാൻ ഇന്ന് എന്നെ വീട്ടിൽ പോവാ. സോറി അമ്മ, നിക്ക്. സോറി, ഞാൻ നിന്നെ അടിക്കണം വിചാരിച്ചില്ല. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്ക്, നീ ഏട്ടന്റെ സ്നേഹം കുറഞ്ഞു എന്ന് പറഞ്ഞിട്ടല്ലേ ഇപ്പൊ ഇത്രയും വിഷമിച്ചതും എന്നോട് ഇങ്ങനൊക്കെ കാണിച്ചത്. ഞാനും എന്റെ ഏട്ടനും ചേച്ചിയും എത്ര സന്തോഷത്തോടെ കഴിഞ്ഞെന്ന് അറിയോ? ഏട്ടനെ ഞങ്ങൾ നല്ല ഇഷ്ടമായിരുന്നു ഞങ്ങൾക്കും. പെട്ടെന്ന് ഒരു ദിവസം ഏട്ടൻ ഇല്ലാണ്ടാവുന്ന അവസ്ഥ ഒന്ന് നീ ചിന്തിച്ചു നോക്ക്. നിന്റെ കൂടെ ഇപ്പൊ ഈ ഏട്ടുണ്ട്, എന്നിട്ട് നിനക്ക് ആ സ്നേഹം പോരാ. അപ്പൊ ആ സ്നേഹം പെട്ടെന്ന് ഇല്ലാണ്ടായതിന്റെ വിഷമം ഞങ്ങൾക്ക് എത്രത്തോളം ഉണ്ടാവും. ആ ഏട്ടനെ പറ്റി നീ ഇത്രയും വർത്താനൊക്കെ പറഞ്ഞു. അതുകൊണ്ട് അറിയാതെ അടിച്ചു പോയതാ. പിന്നെ നിന്റെ വിഷമം എനിക്ക് മനസ്സിലായി. ഏട്ടന് അന്നും ഇന്നൊക്കെ നിന്നോട് ഒരേപോലെ തന്നെയാ സ്നേഹം. പിന്നെ ഞാൻ കാരണം എന്തെങ്കിലും വിഷമങ്ങൾ നിനക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാനും സോറി. എൻ്റെ ഭാഗത്തും ചെറിയ തെറ്റൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു അനിയത്തി കാണിക്കുന്ന കുറുമ്പായിട്ടും വാശിയായിട്ടും കണ്ടിരുന്ന ഇത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാനും സോറി. നീ ഇനി തിരക്ക് പിടിച്ച് വീട്ടിൽ പോകണ്ട, രാജീവ് വന്നിട്ട് തന്നെ പോയാൽ മതി. ഇപ്പൊ പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ. നീ ഇനിയിപ്പൊ തിരക്ക് പിടിച്ച് വീട്ടിൽ പോകണ്ട, രാജീവ് വന്നിട്ട് പോയാൽ മതി. അല്ലേട്ടാ, നമുക്കെന്താ എല്ലാവർക്കും ഹൗസ് വാമിങ്ങിന് പോവാ. നേരത്തെ ഇപ്പൊ തന്നെ കുറെ ലേറ്റ് ആയി. ഇന്ന് ഇനിയിപ്പോ ബൈക്കൊന്നും എടുക്കണ്ട, എല്ലാവർക്കും കാറിൽ പോയാൽ മതി അല്ലേ? അല്ല ഏട്ടത്തി, ഏട്ടന്റെ കൂടെ ബൈക്കിൽ പൊക്കോളൂ. അച്ഛപ്പ വരും, എന്നിട്ട് ഞങ്ങള് കാറിൽ വരാം. അതൊന്നും സാരില്ല, പോവാ. ബൈക്കിൽ ഞങ്ങൾ രണ്ടുപേരും പിന്നെ ഒരു ദിവസം പോവാം.